സദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ നോൺ ഇല്ലാത്തൊരു സദ്യയില്ല. സദ്യയുടെ ബാക്കി എല്ലാത്തിന്റെയും കൂടെ ഒരു ചിക്കൻ കറി, ഒരു ഫിഷ് ഫ്രൈ, പിന്നെ ഇടയ്ക്ക് ബിരിയാണി ആയിരിക്കും ഓണത്തിന് സദ്യക്ക് പകരം. അത് ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? കടക്കണ്ണിൻ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരുമ്മ സമ്മാനം. 10th പഠിക്കുമ്പോ മറ്റേ സ്കൂൾ ചെറിയൊരു ലവ് പരിപാടി ഉണ്ടായിട്ടല്ലോ. അങ്ങനെ അത് ഞാൻ ഇൻസ്റ്റാഗ്രാം ഫീഡിലും പിന്നെ ലൈവ് ഷോസ് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ നമ്മുടെ ഇപ്പൊ സരിഗമപയിൽ ഒരു 10 പേരെ ഇങ്ങനെ നിർത്തിയിട്ട് ഇതില് ബിഗ് ബോസ് മെറ്റീരിയൽ ആരാന്ന് ചോദിച്ചാൽ നമ്മള് എല്ലാരും അക്ബർക്കേ പറയുള്ളൂ. സമ്മതിക്കുന്ന ഇവര് അതെ, ഇത് നമുക്ക് ഫോണില്ല, അറിയുന്ന ആരും ഇല്ല. അവരുടെ ശരിക്കും സ്വഭാവം അങ്ങനെ ആയിരിക്കണം എന്നില്ല. അവിടെ ഇരുന്ന് എല്ലാവരെയും കോമഡിയാ പറയുന്നത്. നമുക്ക് അറിയുന്ന അക്ബർക്ക് ചില സമയം ദേഷ്യം, അയ്യോ അക്ബർക്ക് ഇത്രയും ദേഷ്യപ്പെടുന്നതൊക്കെ നമുക്കിങ്ങനെ അപ്പൊ പഠിക്കാൻ എങ്ങനെയായിരുന്നു നിങ്ങള്? ഞാൻ മിടുക്കനായിരുന്നു. ഭരത് സ്റ്റാർ സിംഗർ ജൂനിയറിലുണ്ടായിരുന്നു. ആ സമയത്ത് നസ്രി അല്ലായിരുന്നോ ആങ്കർ? എനിക്ക് നിങ്ങളെല്ലാരും ഒരു ഏകദേശം ഒരു പ്രായമായിരുന്നു ഇരിക്കണമല്ലോ. അന്ന് എന്നെക്കാളും മൂത്തത് തന്നെയാണ്. പ്രായം ഇല്ലേ? വെൽക്കം ടു ഫിലിമി ബീച്ച്. ഈ ഓണക്കാലത്ത് ഫിലിമി ബീച്ചിനൊപ്പം ഇന്നുള്ളത് ടെലിവിഷൻ ഷോയിലൂടെ വളരെ പ്രശസ്തരായ നിങ്ങളുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ഫീൽഡിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു 2 കിടിലം സിംഗേഴ്സ് ആണ്, ഭരത് ആൻഡ് പുണ്യ. വെൽക്കം ഗൈസ്. അല്ല, ഹാപ്പി ഓണം. എങ്ങനെ ഓണം വരാൻ എക്സൈറ്റഡ്? കാര്യങ്ങൾ ഷോസ് ഷോസും കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ഷോ കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് കേട്ടോ. അതെ, ഇന്നലെ തുടങ്ങി ഓണത്തിന്റെ ഷോസ്. ഇനിയിപ്പം ഓണം വരെ ഓണത്തിന്റെ കുറച്ച് ഷോസുകളുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, കുറേ നാൾക്ക് ശേഷമാണ് ഇന്റർവ്യൂവിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് സരിഗമപ. അല്ലെങ്കിൽ ആ കുറച്ച് നാൾക്ക് ശേഷം പിന്നെ കോവിഡായി, അങ്ങനെ ഇങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ കാണുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ബാൻഡ് തുടങ്ങി ഷോസ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ബാൻഡിലേക്ക് വന്നതും ഇത്രയും നാള് എന്തുകൊണ്ടാണ് ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാതിരുന്നതും? ഫസ്റ്റ് കാര്യം, ഇന്റർവ്യൂ കൊടുക്കാതിരുന്നതെന്ന് പറഞ്ഞാല് എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പാട്ടിൽ നമ്മളിങ്ങനെ ഇൻവോൾവ് ചെയ്ത് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ഫോമൽ ഒരു ചാറ്റ് സാധനം വരുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. അപ്പൊ എന്തെങ്കിലും കൊള്ളാവും. അപ്പൊ എനിക്കത് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇന്റർവ്യൂ കൊടുക്കാത്തത്. കാരണം ഇന്റർവ്യൂ കൊടുക്കാത്തതിന് അങ്ങനെ റീസൺ ആയിട്ട് നമ്മള് ബാൻഡ് തുടങ്ങിയത് ആക്ച്വലി നമ്മള് സരിഗമപയിലാണെങ്കിലും നമ്മൾ ഒരുമിച്ച് കുറെ ഡുവറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ആഫ്റ്റർ സരിഗമപ നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സോ നമ്മളങ്ങനെ തുടങ്ങി. രണ്ടുപേർക്കും നമുക്ക് ഇൻഡിവിജ്വലി ഇപ്പം ലൈവ് ഷോസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഇൻഡിവിജ്വലി ഷോസ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഷോസ് സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ബാൻഡ് പ്രൊഫൈലില് നമ്മുടെ ഒരു ലൈനപ്പില് ഒരു ബാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ കൊള്ളാൻ തോന്നി, അങ്ങനെ പ്രൊസീഡ് ചെയ്തു. ഇപ്പം ഭംഗിയായിട്ട് പോകുന്നു. എന്നാൽ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും മൊമെന്റിൽ ക്ലിക്ക് ആയത് കാണുമല്ലോ, മ്യൂസിക് പാർട്ട്നേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിക്ക്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലില്ല. ഇപ്പൊ സരിഗമപയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ രണ്ടുപേരും എന്താ പറയാ, ഇപ്പൊ മ്യൂസിക് എന്ന് പറയുന്നത് പ്രൊഫഷൻ ആയിട്ട് ചൂസ് ചെയ്യുന്നതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് സരിഗമപയായിരുന്നു. അപ്പൊ സരിഗമപയിൽ വരുമ്പോൾ നമ്മള് ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സരിഗമപ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂസിക്കിലേക്കാണോ തിരിയുന്നതെന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ആ ഷോ നമുക്ക് തന്ന എന്താ പറയാ എക്സ്പീരിയൻസ്, പാട്ടിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു വൈഡർ ഒരു സ്കേപ്പിൽ കാണാൻ പറ്റി. അപ്പൊ നമുക്ക് ഓക്കെ, ഇതിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടെന്ന് തോന്നിയപ്പോഴാണ് മ്യൂസിക്കിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിയാന്ന് നമ്മൾ തീരുമാനിച്ചത്. അതുപോലെ തന്നെ പുണ്യക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ഒരു ബാൻഡ് എന്ന സംഭവം സംഭവിച്ചു. നിങ്ങളുടെ ആ സീസൺ എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരമായിരുന്നു പ്രേക്ഷകരുടെ ഇടയിൽ. നിങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസ് ആയാലും ഇപ്പോഴും എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? ഞാൻ നിങ്ങള് പാട്ടൊക്കെ പാടുന്ന ഇടയ്ക്ക് കാണാറുണ്ടോ? നമ്മളെല്ലാരും ഷോസിന് ഓരോരുത്തരുടെ കാണും. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് എല്ലാവരുമായിട്ടൊക്കെ ഉണ്ട്.
പുണ്യ ജീവി പ്രകാശിന്റെ കൂടെ 2 പാട്ടുകൾ ചെയ്തിരുന്നു. എനിക്ക് തമിഴല്ലേ അപ്പൊ കൂടുതൽ പ്ലേബാക്ക് സിംഗ് ചെയ്തതാണ്. അല്ല, തമിഴ് ആക്ച്വലി അമരനിലാണ് ഒരു സോങ് ഉള്ളത്. പിന്നെ ഹിന്ദി തങ്കലാൻഡ് വിക്രം സാറിന്റെ അതിന്റെ ഒരു ഹിന്ദി വേർഷൻ ഒരു സോങ് കൂടെ പാടി. അതെങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയാണ് അത് എത്തിയത് തങ്കലാൻഡ്? ആക്ച്വലി നമ്മുടെ ജി പ്രകാശ് സാറിന്റെ ഒരു മെയിൻ മ്യൂസിക് പ്രൊഡ്യൂസർ അശ്വിൻ ചേട്ടൻ ഇവിടെയാണ്, കൊച്ചിയിലാണ്. സോ ചേട്ടൻ ത്രൂ ആണ് ഞാൻ ഈ പാട്ടിലേക്ക് എത്തുന്നത്. അപ്പം ഈ നിമിഷത്തിൽ എന്താ പറയാ, ബിഗ് താങ്ക്സ് ടു അശ്വിൻ ചേട്ടൻ ആൻഡ് സഞ്ജയ്. അവരാണ് ആക്ച്വലി ഈ ഒരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എന്നെ എത്തിച്ചത്. ആൻഡ് എങ്ങനെയൊക്കെ അത് ശരിയായി വന്നു, നന്നായിട്ട് വന്നു, ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഭരത്തും സിംഗിൾസ് ഇറക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇനി ഓണം റിലേറ്റഡ് എന്തെങ്കിലും പാട്ടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ? ഓണം റിലേറ്റഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഓണം റിലേറ്റഡ് ആയിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഒറിജിനൽ സിംഗറിന്റെ പ്രൊഡക്ഷൻസും കമ്പോസിംഗും ഒക്കെ നടക്കുന്നുണ്ട്. മെല്ലെ മെല്ലെ ഓരോന്ന് ഇറങ്ങും. നമുക്ക് ആക്ച്വലി ബാൻഡിന്റെ ഒരു ഒറിജിനൽ സോങ് ഇപ്പൊ റിലീസായി, ഇനിയിപ്പം ഒരെണ്ണം വരാനിരിക്കുന്നു. നമ്മുടെ ഇവിടെ ബാൻഡ്സ് കേരളത്തില് കുറവാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഹാപ്പനിങ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും അത്ര എത്തുന്നില്ല. മേ ബി കുറെ ഇങ്ങനെ സിനിമകളിൽ പാടുന്നവരെ പോലെ ഈ ഇൻഡിവിജ്വൽ ആയിട്ട് ബാൻഡ്സ് പെർഫോമൻസ് ചെയ്യുന്നവര് എത്തുന്നില്ല. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്ത ആളുകളിലേക്ക് കൂടുതൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഇതിപ്പോ ഈ ബാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഒരു ഇന്ത്യൻ കൾച്ചർ ആവട്ടെ, അല്ലെങ്കിൽ ബേസിക്കലി കേരളത്തിലാവട്ടെ, നമ്മൾ ബാൻഡ് കൾച്ചർ അല്ലെങ്കിൽ ഓഡിയൻസ് അതിനെ കാണുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. ഇപ്പം പുറത്തേക്ക് നമ്മൾ ഇപ്പം പുറത്തുള്ള കൺട്രീസിൽ ഇപ്പോൾ ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി അവരുടെ ഓൺ കോമ്പസിഷൻസ് ഉണ്ടാക്കുന്നു, അത് റിലീസ് ചെയ്യുന്നു, അത് പല പല വെന്യൂസിൽ പോയി പെർഫോം ചെയ്യുന്നു. അങ്ങനെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അപ്പം അവരുടെ ഒറിജിനൽസ് മാത്രം വെച്ചിട്ടുള്ള ഒരു ഷോ ആയിരിക്കും അവർ പിന്നീട് അങ്ങോട്ട് ചെയ്യുന്നത്. അത് ടൂർ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് പുറത്ത് നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പം ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ മെയിൻലി ഒരു ഡ്രോബാക്ക് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഇപ്പം നമ്മളൊരു വെന്യൂവിൽ പെർഫോം ചെയ്യുമ്പോൾ ഓഡിയൻസിന് വേണ്ട സോങ് നമ്മൾ പെർഫോം ചെയ്യണം എന്ന് ആഗ്രഹിക്കും. ഓബിയസ്ലി അത് ആരുടെയും കുറ്റമല്ല, അങ്ങനെയാണ്. പക്ഷെങ്കിൽ പുറത്ത് ഇപ്പം നമ്മളൊരു പുതിയൊരു സോങ് നമ്മളിപ്പം പെർഫോം ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഓഡിയൻസ് നമ്മുടെ അടുത്ത് ഓക്കെ നിങ്ങൾ പെർഫോം ചെയ്യും, നമ്മളത് കേൾക്കാം എന്നൊരു സാധനമുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിമി സോങ്സ് കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ആണ്. അപ്പൊ ആ ഒരു 2 കൾച്ചർ വ്യത്യാസം നമ്മുടെ ഇവിടെ അവിടെയുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഫസ്റ്റ് ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബാൻഡിന്റെ ലൈവ് കോൺസേർട്ട് കാണണമെന്ന് കോൾപ്ലേന്റെ മുംബൈയിൽ ഒരു ഫസ്റ്റ് ടൈം വന്നപ്പോഴാണ്. അതുപോലെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാണാൻ അത്രയ്ക്ക് അല്ലെങ്കിൽ ഇവരുടെ ലൈവ് കോൺസേർട്ട് കണ്ടിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പെർഫോം ചെയ്യണം അങ്ങനെ? അത് തീർച്ചയായിട്ടും നമ്മളിപ്പം നമ്മൾ ഐഡൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പം കോൾപ്ലേ ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ബ്രൂണോ മാസ് ആവട്ടെ, കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. വെസ്റ്റേൺ ആവട്ടെ, ഇപ്പൊ നമ്മുടെ ഇതിലാണെങ്കിൽ ഇപ്പൊ ജോബേട്ടൻ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ, മ്യൂസിക് ഇൻഡസ്ട്രിയിൽ സ്വന്തമായിട്ട് പാട്ടുകൾ ഉണ്ടാക്കി അതിനൊരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹം വേറൊരു ലൈനിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നും ഈ ഒരു ഫേസിലേക്ക് നമ്മുടെ ഒരു മ്യൂസിക് പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാ മ്യൂസീഷ്യൻസും നമ്മുടെ സ്വന്തം പാട്ടുകൾ പെർഫോം ചെയ്യണം, അത് ഓഡിയൻസ് കേൾക്കണം, അതുപോലത്തെ ലൈവ് ഷോസ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ജോബേട്ടൻ എന്ന് പറഞ്ഞപ്പോ ജോബേട്ടൻ്റെ ഒരു പാട്ട് പാടുന്നു. ജോബേട്ടൻ്റെ ഒരു പാട്ട്, കാരണം ജോബേട്ടൻ്റെ പാട്ട് എപ്പോഴും ലൈവിൽ കേൾക്കാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ് ജോബ് കുര്യൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനുള്ളത്. എനിക്ക് ലൈവായിട്ട് കേട്ടാ കൊള്ളാന്നുണ്ട്. ഇടനെഞ്ചിൻ മണിച്ചെപ്പൊന്നു നിറഞ്ഞു ചന്തം തുടിക്കേ കിന്നരിക്കാനടുക്കേ ഉലയും പതുക്കേ പുതുവെള്ളിക്കൊലുസിട്ടെന്റെ മനസ്സിലെത്തും ഉഷസ്സേ. തെന്നൽ ചിലമ്പുമായി എന്നെ തൊടുന്നുവോ മുന്നേ വരാത്തൊരി മിന്നും കിനാവുകൾ കണ്ണു ചിമ്മും വസന്തകാലമേ ഒന്നു നിന്നെ പുണർന്നിടാമിനി ചെല്ലുറാന്തൽ വിളക്കേ ചിരിനീ പൊഴിക്കേ
ഇടനെഞ്ചിൻ മണിച്ചെപ്പൊന്നു നിറഞ്ഞു ചന്തം തുടിക്കേ. അടിപൊളിയായിട്ടുണ്ട്. ലൈവ് ഷോസിൽ പാടുന്നത് എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. കാരണം ലൈവില് നമ്മൾ പാടുന്ന പാട്ടുകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ട് തഴമ്പിച്ചതായിരിക്കാം. അപ്പൊ റെക്കോർഡഡ് വേർഷൻ കേട്ടിട്ട് അവർക്ക് ലൈവ് വേർഷൻ കേൾക്കുമ്പോൾ എപ്പോഴും ഇഷ്ടപ്പെടാറില്ല. പല സിംഗേഴ്സിനും എന്തെങ്കിലും ഇടർച്ചയോ എന്തെങ്കിലും വരുന്നെങ്കിൽ ഇവർക്ക് പാടാൻ അറിയില്ല എന്ന് വരെ ലൈവിൽ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ലൈവ് ഷോസ് പാടുമ്പോൾ അതെങ്ങനെയാണ്? ബുദ്ധിമുട്ടാണോ? എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട്? ക്രിട്ടിസൈസ് ചെയ്യുമെന്ന് പേടിക്കുന്നുണ്ടോ? അങ്ങനെ ഇല്ല, ലൈവ് ഷോസ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടം ലൈവ് ഷോസ് ആണ് കുറച്ച് കൂടുതൽ. കാരണം നമ്മൾ ആൾക്കാരുമായിട്ട് നമുക്കൊരു ഒരു എനർജി അങ്ങോട്ടും ഒരു എനർജി ഇങ്ങോട്ടും കിട്ടുന്ന ഭയങ്കര സന്തോഷമുള്ളൊരു മൊമെന്റ് ആണ് ലൈവ്. ശരിയാണ്, മനുഷ്യനാകുമ്പോൾ തെറ്റുകൾ വരാം. ഇപ്പം ഈ ഒരു തെറ്റ് വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പം നമുക്കിപ്പം ഭയങ്കര തിരക്കുള്ള ആർട്ടിസ്റ്റുകളെ നോക്കുകയാണെങ്കിൽ ഇപ്പം അവർ ചിലപ്പോൾ ഉറങ്ങാതെയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ സ്റ്റേജിൽ കയറുന്നുണ്ടാവുക. അപ്പം നമുക്ക് ആ ഒരു മേ ബി എല്ലാവരും ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും, അതിന് വേണ്ടി കഷ്ടപ്പെടുകയൊക്കെ. എല്ലാവരും ആ ഹാർഡ് വർക്ക് അതിൻ്റെ ബാക്കിലുണ്ട്, അതെല്ലാവരും ചെയ്യും. അപ്പം അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് സ്റ്റേജിൽ കിട്ടും. സംടൈംസ് നമുക്ക് എന്താ പറയാ, എല്ലാത്തിനും ഒരു ഇതുണ്ടായിരുന്നു, അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചു പോകുന്നേക്കായിരിക്കാം. ഇതൊരു ഓണ എപ്പിസോഡായിട്ട് നമ്മൾ ഭയങ്കര സീരിയസ് ആയി പോയി. കുറച്ച് ഓണവിശേഷങ്ങൾ പറയാം. എവിടെ പുണ്യയുടെ വീട്? കോഴിക്കോടും കോട്ടയം. ഇപ്പൊ കോഴിക്കോടുള്ള ഓണം, കോട്ടയമുള്ള ഓണം, നിങ്ങളുടെ നൊസ്റ്റാൾജിക് ടിപ്പിക്കൽ ഓണം കോഴിക്കോടുള്ള എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ ആ സൈഡിലോട്ടുള്ള ഓണത്തിനെ പറ്റി അറിയില്ല. നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും സദ്യ, പൂക്കളം പരിപാടിയൊക്കെ. സദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ നോൺ ഇല്ലാത്തൊരു നമുക്ക് എന്താണേലും ഒരു ഇപ്പം സദ്യയുടെ ബാക്കി എല്ലാത്തിന്റെയും കൂടെയും ഒരു ചിക്കൻ കറി, ഒരു ഫിഷ് ഫ്രൈ എന്തേലൊക്കെ ഉണ്ടാവും. അത് എല്ലാവരും വീട്ടിലും ഉണ്ടാവും എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ്. അപ്പം സദ്യയുടെ കാര്യം അങ്ങനെ. പിന്നെ പൂക്കളം ഇപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ എല്ലാരും ഒന്നും പൂക്കളം ഒന്നും ഇടുന്നില്ല. പക്ഷെ എന്നാലും നമ്മള് ലാസ്റ്റ് ഈ ആദ്യമൊക്കെ ഈ അത്തം 1 തൊട്ട് 10 ദിവസം മറ്റേ 1 പൂവ് 2 പൂവ് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ ലാസ്റ്റ് ഡേ എല്ലാരും ഒരുമിച്ച് ചെറിയൊരു പൂക്കളം പരിപാടി അങ്ങനെ. ഓണത്തിന് പിന്നെ ഓണക്കോടി മസ്റ്റാണ്, അത് എന്തായാലും ഉണ്ടാവും. വേറെ ഒന്നും ഇല്ലെങ്കിൽ ഓണക്കോടി ഉണ്ടാവും, അത് മസ്റ്റാണ്. പിന്നെ ഇടയ്ക്ക് ബിരിയാണി ആയിരിക്കും ഓണത്തിന് സദ്യക്ക് പകരം. അത് ഓണാണെങ്കിലും വിഷു ആണേലും ബിരിയാണി. പിന്നെ ഉത്സവം നമ്മുടെ അവിടെ മെയിൻലി അമ്പലം ഉത്സവങ്ങളൊക്കെ, അപ്പൊ അതിനാണേലും ബിരിയാണിയാണ്. അങ്ങനെയൊക്കെ. എങ്ങനെയാണ് ഭരത്തിന്റെ ഓണം? ബിരിയാണി ഉണ്ടോ അവിടെ? അവിടെ ഓണം സാധാരണ പോലെ തന്നെ. ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഗ്രാൻഡ് സെലിബ്രേഷൻ പരിപാടികളൊന്നും നമ്മുടെ ഈ ന്യൂക്ലിയർ ഫാമിലി ഇതിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഓർമ്മയിൽ എനിക്കൊന്ന് ഒരു വട്ടം എന്തോ നമ്മൾ ഫുൾ ഫാമിലി, റിലേറ്റീവ്സ്, കസിൻസ് എല്ലാവരും കൂടെ ആയിട്ട് നമ്മുടെ വീട്ടില് ലൈക്ക് നിലത്തിരുന്ന് ഇലയൊക്കെ ഇട്ട് ഫുൾ സദ്യ. പക്ഷെ നോണില്ല അങ്ങനെ സെലിബ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നോർമലി ഓണത്തിന്റെ അന്ന് നമ്മള് മേ ബി അച്ഛൻ, അമ്മ, ചേച്ചി, ഞാന് 4 പേരായിട്ട് ഒരു മിനിമൽ പരിപാടി. പിന്നെ ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മുണ്ടെടുത്തിട്ട് പോവാ. ഓണത്തിന്റെ അന്ന് പെൺകുട്ടികളെ ഇംപ്രസ് ചെയ്യാൻ മുണ്ടെടുത്ത് അങ്ങനെ പറയാം. പിന്നെന്താണ് അന്നത്തെ കുറെ ആക്ടിവിറ്റീസ്, പിന്നെ മത്സരങ്ങള്, അത് ഭയങ്കര. അതെന്തെങ്കിലും ഓർമ്മയുണ്ടോ സ്കൂളില് ഫണ്ണായിട്ട് നമ്മളെല്ലാം നമ്മുടെ ക്രഷിനെ ഇംപ്രസ് ചെയ്യുന്നേക്കെ? കാരണം അത്രയും ദിവസം യൂണിഫോം ഒക്കെ ഇട്ടിട്ട്. അയ്യോ, എനിക്ക് അങ്ങനെ ക്രഷ് ഇല്ലായിരുന്നു സത്യത്തിൽ. എനിക്കറിയില്ല, അല്ല ഞാൻ ക്രഷൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു ലവ് ആയിട്ടൊന്നും അങ്ങനെയല്ല. സോ 10th പഠിക്കുമ്പോൾ മറ്റേ സ്കൂൾ ചെറിയൊരു ലവ് പരിപാടി ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു ഇംപ്രസ് ചെയ്യാൻ ഡ്രസ് ചെയ്ത് ഓണത്തിനൊക്കെ പോവാ. അല്ല, ഡ്രസ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാം ഫീഡിലും പിന്നെ ലൈവ് ഷോസ് കണ്ടപ്പോൾ മനസ്സിലായി എല്ലാം അടിപൊളി. താങ്ക് യു സോ മച്ച്. അങ്ങനെയല്ല, പെൺകുട്ടികൾ എപ്പോഴും നന്നായിട്ട് ഡ്രസ് ചെയ്യും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ? അതെ, ഞാൻ ഈവൻ ഒരു ഇത് എന്തെങ്കിലും എനിക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ആലോചിക്കാം എന്ത് ഡ്രസ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു ഓണം ഡ്രസ് ഇട്ടിരണം. അപ്പൊ എന്താ വിചാരിച്ച? അല്ല, ഇത് ആക്ച്വലി ഇത് ബൈ ഹാൻഡിന്റെ ഒരു കോസ്റ്റ്യൂമാണ്. ബൈ ഹാൻഡിന്റെ ഒരു പ്രൊമോഷൻ. സോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോസ്റ്റ്യൂം ആയിരുന്നു. സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. സുന്ദരനായിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പർട്ടിക്കുലർ ഓർമ്മയുണ്ടോ? പണ്ട് ഇങ്ങനെയൊക്കെ നടന്നിരുന്നു, ഇപ്പൊ ഇല്ല, വിഷമമുണ്ട് അങ്ങനെ ഓണത്തില്? അല്ല, നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഓണം മത്സരങ്ങളൊക്കെ അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു 2-3 വർഷമായിട്ട് ഓണത്തിന് കഴിഞ്ഞ വർഷമൊക്കെ ലൈക്ക് നമുക്ക് ഓസ്ട്രേലിയൻ ട്രിപ്പ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഓണം ഉണ്ടായിരുന്നില്ല. ഈ വർഷം
ഒരു ഓണത്തിന്റെ അന്ന് ഒരു പരിപാടി ഇല്ല, അന്ന് 5th. സോ അന്ന് ഹോപ്പ്ഫുള്ളി അതിനൊക്കെ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം പ്ലാൻസ് ഒന്നും ഇല്ല ഈ വർഷം ഓണം ഇത് ചെയ്യണം അത് ചെയ്യണം? എനിക്ക് സത്യം പറയുകയാണെങ്കിലും ഉറങ്ങണം. അല്ല 4th പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ 5th എപ്പോ വീട്ടിലെത്തും എന്നുള്ളതാണ് എനിക്കറിയില്ല. നമ്മള് ഷോസ് ആയിട്ട് ഫുൾ ഇങ്ങനെ നമ്മൾ പല പല സ്ഥലത്തുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വരുമ്പം വേറെ പ്ലാൻസിനേക്കാൾ ഉപരി വീട്ടിൽ പീസ്ഫുൾ ആയിട്ട് ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മിനിമൽ സർക്കിളിൽ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക, അതാണ് ഏറ്റവും പീസ്ഫുൾ പരിപാടി. നമ്മൾ മെയിൻലി ഫാമിലി നമ്മൾ ചെയ്യുന്ന ഓണം സദ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പോകും. പിന്നെ അവിടെ നമ്മുടെ ബാക്കി ഫാമിലീസ്, കുറച്ച് അമ്മയുടെ ചേച്ചി അവരൊക്കെ വരും. പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കും, അതൊക്കെ അങ്ങനെയൊക്കെ ഫാമിലി ടൈം. ഇപ്പോ ഈ ഒരു സമയത്ത് ആര് വന്നാലും നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ബിഗ് ബോസ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ഇല്ല. അങ്ങനെ പറയില്ല, നിങ്ങളുടെ ഒരു ഞാൻ പ്രിയ കാണാറുണ്ട്, സുഹൃത്ത്. ഞാൻ കാണാറുണ്ട്. ഞാൻ എന്റെ സ്നീക്ക് പീക്സ് ഇടയ്ക്ക് ഇൻസ്റ്റയിൽ വരുന്നത് കാണും. അക്ബർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കാണാറുണ്ട്. അതെ, നിങ്ങളുടെ ഒരു സ്നേഹിതൻ അല്ലല്ല, ഞാൻ അങ്ങനെ ഇതായിട്ട് പറഞ്ഞല്ല, ഞാനത് അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല. ഈ പറഞ്ഞ ഇപ്പൊ അക്ബർക്കയുടെ ഫീഡ് ഇങ്ങനെ ഒരു പരിപാടിയാണെന്നുള്ള രീതി നമ്മൾ കാണും. എങ്ങനെയുണ്ട് അക്ബർ പോയി ബിഗ് ബോസിൽ എത്തിയെന്ന് പറഞ്ഞപ്പോ എന്താ ഫീൽ ചെയ്തത്? അക്ബർക്ക് അത്തരം എന്താ സ്പേസില് ഒരു എന്താ പറയാ നല്ലൊരു പെർഫെക്റ്റ് കണ്ടസ്റ്റന്റ് ആയിരിക്കും. കാരണം അക്ബർക്ക് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്റർടൈൻ ചെയ്യാനും ഇതുപോലെ ഇതിൽ കുറെ മൈൻഡ് ഗെയിം പരിപാടികളൊക്കെ ഇല്ലേ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മുടെ ഇപ്പൊ സരിഗമപ്പയിൽ ഒരു 10 പേരെ ഇങ്ങനെ നിർത്തിയിട്ട് ഇതിൽ ബിഗ് ബോസ് മെറ്റീരിയൽ ആരാന്ന് ചോദിച്ചാൽ നമ്മള് അക്ബർക്കെ എല്ലാരും അക്ബർക്കേ പറയുള്ളൂ. നേരത്തെ അറിഞ്ഞിരുന്നോ അക്ബർ പോകുന്നുണ്ടെന്ന്? അറിയാമായിരുന്നു. കൊറേ ദിവസം മുന്നേ അല്ല, കുറച്ച് ദിവസം മുന്നേ അറിയായിരുന്നു. അനുഗ്രഹമൊക്കെ മേടിച്ചു നിങ്ങളുടെ? ഇല്ല അക്ബർക്ക് നമ്മളുടെ അടുത്ത് പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ലൈക്ക് നമുക്ക് തമ്മിൽ അങ്ങനെ അറിയായിരുന്നു. സമ്മതിക്കുന്ന ഇവര് അതെ ഇത് നമുക്ക് ഫോണില്ല, അറിയുന്ന ആരും ഇല്ല. സോ ആർക്കാണേലും ഔട്ടായി അവിടെ ഇരിക്കുന്ന എല്ലാരും. സോ അതിപ്പോ നമുക്ക് ചിലപ്പം അവരുടെ ശരിക്കും സ്വഭാവം അങ്ങനെ ആയിരിക്കണം എന്നില്ല. അവിടെ ഇരിക്കുന്ന എല്ലാരെയും കോമഡിലിയാ പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് അറിയുന്ന അക്ബർക്ക് ചില സമയത്ത് ദേഷ്യം, അയ്യോ അക്ബർക്ക് ഇത്രയും ദേഷ്യപ്പെടുന്നതൊക്കെ നമുക്കിങ്ങനെ ഇത്രയും വർഷമായിട്ട് കാണാത്ത അക്ബറിനെ അതിന്റെ ഉള്ളിൽ ചിലപ്പോ ആ ഒരു സമ്മർദ്ദം കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ. പുണ്യനെ പറഞ്ഞിട്ടാ പോവോ? എനിക്ക് ആക്ച്വലി ബിഗ് ബോസ് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ പോവാന്ന് എനിക്കറിയാം. വിളിച്ചാ പോകുന്നു. അല്ല, ഇത് ഈ പറഞ്ഞ പോലെ ഈ പ്രഷർ എടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്നെ ഇത്രയും നാൾ എനിക്ക് മനസ്സിലായിരുന്നു. ഭരത്താണെങ്കിലോ ഇല്ല, പോവില്ല. ഒട്ടുമില്ല. കൊറേ പൈസ തരാന്ന് പറഞ്ഞാലോ? കൊറേ പൈസ തരാന്ന് പറഞ്ഞാലും പോവില്ല. ഞാൻ അത്ര ഒരു ഗെയിമിന് കേപ്പബിൾ അല്ലെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. പിന്നെ എനിക്ക് എന്റെ കൊറേ സ്പേസ് ഉണ്ട്. എനിക്ക് ആ സ്പേസ് വിട്ടിട്ട് ഒരു ഇത്ര ദിവസത്തിനപ്പുറത്തേക്ക് എനിക്ക് പോയാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ റിയാലിറ്റി ഷോയില് ശരിക്കും ചേരാൻ കാരണം എന്തായിരുന്നു? സരിഗമപ എന്ന റിയാലിറ്റി ഷോയിൽ ഞാൻ ഒരുപാട് ഇപ്പൊ ഞാൻ ഇതുപോലെ കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലത്ത് വടകര പോലത്തെ ചെറിയൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ വലിയ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹം ചെറുപ്പം തൊട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഓഡീഷൻസിന് ഞാൻ പങ്കെടുക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു സർഗോ സാറിന്റെ തന്നെ ഞാൻ 2-3 റിയാലിറ്റി ഷോ ഓഡീഷന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈവൻ സാറിനാണെങ്കിലും ഓഡീഷൻ ആ സാധനം എന്നെ അറിയാം, ഇവിടെ വന്ന ആ സാധനമാണ്. അപ്പൊ എനിക്ക് സരിഗമപ്പയിലായിരുന്നു കിട്ടിയത്. അപ്പോ എനിക്കത് ഭയങ്കര ആഗ്രഹിച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ വന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു 2007-8 സമയത്ത് ഗന്ധർവ സംഗീതം എന്നുള്ള റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2010 ഏഷ്യാനെറ്റിന്റെ തന്നെ സ്റ്റാർ സിംഗർ ജൂനിയറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 2 ഷോയിലും ഞാൻ പോയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് വീട്ടുകാര് നമ്മളടുത്ത് ഇങ്ങനെ ലൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഷോയ്ക്ക് പോകും. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, അപ്പൊ നമ്മൾ മ്യൂസിക് പഠിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഭയങ്കര സീരിയസ്നെസ് ഒന്നും ഇല്ല, അങ്ങനെ പോയി. പക്ഷെ സരിഗമപ എന്ന് പറയുന്ന ഷോയിൽ വന്ന സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ആവണം. അതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആഗ്രഹിച്ച് വന്നതാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ആയി. ഇപ്പൊ ചെറുതിലെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ഗായകരാണ് നിങ്ങൾ 2 പേരും. അതെ. അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ എയിം ഉണ്ടായിരുന്നോ സിംഗേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് ഫീൽഡിലേക്ക് തന്നെ വരണം, ഒരു വരുമാനം ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിൽ? ഇല്ല, എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അങ്ങനെ ഒരു ധൈര്യം നമുക്ക് സരിഗമപയാണ്. നമ്മൾ അത് പാട്ട് എന്തായാലും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ പാട്ട് പ്രൊഫഷനായിട്ട് എടുക്കും എന്നുള്ളൊരു തീരുമാനം സരിഗമപയ്ക്ക് ശേഷമാണ്. അപ്പൊ പഠിക്കാൻ എങ്ങനെയായിരുന്നു നിങ്ങള്? ഞാൻ മിടുക്കനായിരുന്നു. ഞാൻ മിടുക്കനായിരുന്നു. അല്ല, ഞാൻ പഠിക്കാൻ വലിയ തരക്കേടില്ലാതെ പോവായിരുന്നു.
പക്ഷെ ഈ പറഞ്ഞല്ലേ ഒരു പക്ഷെ സരിഗമപ്പയിൽ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും സോക്കോൾ എല്ലാവരും ചെയ്യുന്ന പോലെ IT കമ്പനി അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ എന്തെങ്കിലും ഒരു കമ്പനി കയറി ആ സൈഡ് പിടിച്ച് പോയേനെ. പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് ഇത് വന്നു. പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ മാറി പാട്ടിന്റെ വേറൊരു ലോകത്തെത്തി. അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ എറണാകുളത്തോട്ട് മാറി. ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് പാട്ടിന്റെ ഇനി ഞാൻ പരിപാടിയായിട്ട് വീട്ടിലേക്ക് അതെ അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പൊ പുണ്യ സിംഗർ ആയില്ലെങ്കിൽ എന്താവായിരുന്നു? എനിക്ക് അറിയില്ല അറിയില്ല. എന്താ പറയണ്ട. ഞാൻ ആക്ച്വലി +2 കഴിഞ്ഞിട്ടാണ് സരിഗമപ്പയിൽ വരുന്നത്. ഞാൻ അതുവരെ അത്യാവശ്യം നന്നായിട്ടൊക്കെ പഠിക്കുകയായിരുന്നു. രണ്ടുപേരും പഠിക്കുന്ന കുട്ടികളാണ്. പിന്നെ ഞാൻ ദേവഗിരിയില് സുവോളജി ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് സരിഗമപ്പയിൽ സെലക്ട് ആവുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു സരിഗമപ്പ ഈ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഉഴപ്പായി, പിന്നെ ഫുൾ പാട്ടായി. പിന്നെ ഞാൻ സെന്റ് ട്രീസാസിൽ ജോയിൻ ചെയ്തു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പാട്ട് തന്നെ അങ്ങനെ. നിങ്ങളുടെ ഷോയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇപ്പൊ പല ഇടത്ത് എത്തിയിട്ടുണ്ടല്ലോ. അപ്പം അതൊക്കെ എങ്ങനെ നോക്കി കാണുന്നു? ആ ഷോയിലൂടെ വന്നവര് എല്ലാരും നല്ല രീതിയിൽ പോകും. നമ്മുടെ ഷോയിൽ വന്ന എല്ലാരും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായി. ഇപ്പൊ ഈവൻ നമ്മുടെ ഒരു ടോപ്പ് 10 എടുത്ത എല്ലാരും എന്താ പറയാ വേറൊരു റിയാലിറ്റി ഷോ പോലെ ഇത്ര സമയം കഴിഞ്ഞ് താഴെ പോയി എന്നുള്ള രീതിക്ക് എല്ലാരും അതുപോലെ തന്നെ നിൽക്കുന്നു. പിന്നെ ഏറ്റവും വലിയൊരു പ്ലസ് എന്ന് പറഞ്ഞാല് ഇപ്പം ഇപ്പോഴും സരിഗമപ്പ ഇപ്പം 2019-20 സമയത്ത് ഉണ്ടായിരുന്ന ഷോ ആണ്. അപ്പൊ ഇപ്പോഴും സരിഗമപ്പ ആൾക്കാരെ ഓർക്കുന്നു. നമ്മുടെ ഓരോ അത് നിങ്ങളെയാണ് സരിഗമപ്പ എന്ന് പറയുമ്പോഴേ നിങ്ങളെയാണ് ഓർക്കുന്നത്. ആക്ച്വലി പിന്നീട് വന്നെങ്കിലും നിങ്ങളെയാണ് ആക്ച്വലി ഓർക്കുന്നത്. ഞാൻ കമന്റ്സും കാണാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. സന്തോഷം. അത് ശരിക്കും ആ ഫാമിലിയോട് നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അത് മെയിൻ നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ സർഗു സാറ്, പിന്നെ നമ്മുടെ ജഡ്ജസ് ഷാനിക്ക, സുജാത ആന്റി, ഗോപിച്ചേട്ടൻ, ജീവച്ചേട്ടൻ, പിന്നെ നമ്മുടെ ഈ ഒരു 10 ജൂറി മെമ്പേഴ്സ്, നമ്മൾ എല്ലാവരുമായിട്ടൊരു ഭയങ്കര ഒരു എന്താ പറയാ ഓബിയസ്ലി കോമ്പറ്റീഷൻ ആണ്. ഇപ്പൊ എല്ലാവരും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ സാധനം ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ നമ്മളൊരു ഒരു ഷൂട്ടിന്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ പിന്നെ മേ ബി ഒരു 5-10 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഷെഡ്യൂൾ. അപ്പൊ നമുക്ക് ഈ 10 ഡേയ്സ് എത്രയും പെട്ടെന്ന് തീരണം, അവിടെ പോകണം. പിന്നെ നമ്മളൊരു എല്ലാവരും കൂടെ ഭയങ്കര രസമാണ്. ഒരു 4 ദിവസത്തെ ഗ്രൂമിങ്, 2 ദിവസത്തെ ഷൂട്ട്. അപ്പൊ ഈ 4 ദിവസത്തെ ഗ്രൂമിങ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും പാട്ട് പാടി കേൾപ്പിക്കുന്നു. അപ്പൊ അവരുടെ കുറെ ഇൻപുട്സ് കിട്ടുന്നു. നമ്മുടെ ലൈഫിലെ ഈ ഇത്രയും വരെയുള്ള ലൈഫിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു പീരീഡ് ആയിരുന്നു അത്. ഭരത് സ്റ്റാർ സിംഗർ ജൂനിയറിലുണ്ടായിരുന്നു പറഞ്ഞില്ല, ആ സമയത്ത് നസ്രിയ അല്ലായിരുന്നോ ആങ്കർ? ഇപ്പൊ നസ്രിയ വലിയൊരു മുന്നിൽ നടിയാണ്. എന്ത് തോന്നുന്നു അന്ന്? എനിക്കൊന്നും നിങ്ങളെല്ലാരും ഒരു ഏകദേശം ഒരു പ്രായമായിരുന്നു ഇരിക്കണമല്ലോ. നസ്രിയേച്ചി അന്നും ഇന്നും എന്നെ അന്ന് എന്നെക്കാളും മൂത്തത് തന്നെയാണ്. ഒരേ പ്രായമല്ലായിരുന്നു. എന്നാലും നിങ്ങൾ ചോട്ടാസ് ആയിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ നസ്രിയ വേറെ ലെവൽഡാ. കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? അല്ല, ഇപ്പൊ കോണ്ടാക്ട് ചെയ്തിട്ട് കുറെ നാളായി. ഇടയ്ക്കിടയ്ക്ക് എന്റെ അമ്മ നസ്രിയച്ചിയുടെ അമ്മയായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കോൺവെർസേഷൻസോ ചാറ്റ്സോ ഒക്കെ സംഭവിക്കാറുണ്ട്. ചേച്ചിനെ അങ്ങനെ അതിനുശേഷം അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കാരണം വേറൊരു ഫേസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കും അങ്ങ് ആക്സസ് ചെയ്യാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾ രണ്ടുപേരും സിംഗേഴ്സ് ആണല്ലോ. നിങ്ങളുടെ ഫേവറേറ്റ് സിംഗർ? അതൊരു പ്രശ്നമാണ്. അതൊന്നും പറഞ്ഞ പറ്റില്ല, പറയണം. ഇത് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആൻസർ. എല്ലാവർക്കും ഓഫ് കോഴ്സ് പലരും ഇഷ്ടമുണ്ടാവും. ഒരാളെ മാത്രം നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാൻ കഴിയൂലല്ലോ. എന്നാലും പെട്ടെന്ന് ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ഫേവറേറ്റ് സിംഗർ എന്നൊരു സിംഗറുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഭയങ്കര മെലഡി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന കുറെ സിംഗേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഫാസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര പവർ പാക്ഡ് സോങ്സ് കൈകാര്യം ചെയ്യുന്ന കുറെ സിംഗേഴ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം പല കാറ്റഗറിയാണ്. അപ്പം ഒരു സിംഗറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ജോണേഴ്സും കേൾക്കും. അപ്പൊ നമുക്ക് എല്ലാ ജോണേഴ്സിലും ഒരു ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരാളെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ 100 പേരിൽ നിന്ന് നമ്മൾ ഒരാളെ എങ്ങനെ പിക്ക് ചെയ്യും? അതാണ് സംഭവം. ഓക്കെ, അതായത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന ജോണറിൽ ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോ നമുക്ക് പിന്നെയും പറയാൻ പറ്റും. എങ്കിൽ R&B ഞാൻ അത്ര വലിയ പോകണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ നമ്മളെല്ലാം ഇപ്പൊ നമ്മുടെ എന്താ പറയാ ഒരു 80s മുതൽ നമ്മൾ കാണുന്ന ഈ എല്ലാ സിംഗേഴ്സും നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു റോൾ മോഡലായിട്ട് കണ്ട്. കാരണം അവരൊക്കെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഇട്ട എഫേർട്ട്, ഡെഡിക്കേഷൻ. ഇപ്പൊ നമ്മൾ ഞാൻ ഒരാളുടെ സ്കില്ലിനേക്കാൾ മുകളിൽ വാല്യൂ ചെയ്യുന്നത് ഒരാളുടെ ഹാർഡ് വർക്കാണ്. ഇപ്പൊ ദാസേട്ടനായാലും നമ്മുടെ എല്ലാ സിംഗേഴ്സ് ആണെങ്കിലും ഇവര് അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ
ഇന്നും ഇപ്പോഴും നമ്മൾ ലെജൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ മ്യൂസിക്കിന് വേണ്ടി ഒരു കൊടുത്തേക്കുന്ന എഫേർട്ടാണ് ശരിക്കും നമ്മളെ അവരെ ഒരു ഫേവറേറ്റ് ആർട്ടിസ്റ്റ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയോ പറഞ്ഞല്ലേ, എന്തൊക്കെയോ പറഞ്ഞു, എനിക്കും പാതി മനസ്സിലായില്ല. അതെ. അപ്പോ നിങ്ങക്ക് നിങ്ങളുടെ പുണ്യാൻ ഭരത് ടീമിന് ആരുമായിട്ടെങ്കിലും ഭരത് ആൻഡ് പുണ്യ കളക്റ്റീവ് ഭരത് ആൻഡ് പുണ്യ കളക്റ്റീവിന് ആരെങ്കിലും ആയിട്ട് കൊളാബ് ചെയ്ത് നിങ്ങൾക്ക് സോങ് ഇറക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ ഓൺ സോങ്? നിലവിൽ അങ്ങനെ ഒരു പ്ലാൻസ് ഒന്നും ഇല്ല, പക്ഷെ തീർച്ചയായിട്ടും അങ്ങനത്തെ പരിപാടികൾ ഭാവിയിൽ ഉണ്ടാവാം. പുറത്തുള്ള ബാൻഡ്സ് ആണല്ലോ ഇവിടെ ഏറ്റവും കൂടുതൽ ഫേമസ്. അപ്പൊ ആ ബാൻഡ്സിനെ ഏതെങ്കിലും കാണുമ്പോൾ അത്രയും പോപ്പുലാരിറ്റി നിങ്ങൾക്കും ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ബാൻഡ് ഉണ്ടോ? വലിയ ക്വസ്റ്റ്യൻ ആണ്. അതായത് പുറത്തുള്ള അതുപോലത്തെ ഏതെങ്കിലും ഒരു ബാൻഡ് അതിപ്പോ തീർച്ചയായിട്ടും കോൾപ്ലേ. അപ്പൊ തോന്നിപ്പിക്കുന്ന ഒരു ബാൻഡ് ഇവിടെ ഉണ്ടോ? ഇവിടെ അല്ല, ഉണ്ടോ? നിങ്ങൾക്കുണ്ടോന്നാ അങ്ങനെ ക്വസ്റ്റ്യൻ ലൈക്ക് അല്ലെങ്കിൽ തന്നെ എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല. എന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. അപ്പൊ നമ്മള് ഞാൻ ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ട് ശരിക്കും സംസാരിക്കുന്ന ഒരാളാ, അപ്പൊ അതിന്റെ ആയിരിക്കും. അതാ എങ്കിൽ ഞാൻ ഡയറക്റ്റ് ഒന്നും കൂടെ ചോദിക്കാം. പുറത്ത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബാൻഡ്സ് ഉണ്ട്, അവരെ കാണുമ്പോൾ നിങ്ങൾക്കും അത്രയും ഫേമസ് ആവണമെന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ബാൻഡ് ഏതാണ്? പുറത്തുള്ള ബാൻഡ്? അതെ, അങ്ങനെ. എന്താ റീസൺ എന്ന് പറയോ കോൾപ്ലേന്റെ? കോൾപ്ലേന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ സോങ്സ് ഭയങ്കര സിമ്പിൾ ആണ്, പിന്നെ നമുക്ക് കേൾക്കുമ്പം ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു സോങ് ആണ്. പിന്നെ അവരുടെ ഷോ കാണുമ്പം അവര് ശരിക്കും ലൈവ് ബാൻഡ് എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്ന ഒരു ബാൻഡാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയില് ഒരു ബ്രിട്ടീഷ് ബാൻഡ് വന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കോൺസേർട്ട് നടത്തിയത് പുറത്തുനിന്നുള്ള ഒരു ബാൻഡാണ്. 2010s ആ ഒരു അത്ര ഇതല്ലേ അവര് ഹൈം ഫോർ ദ വീക്കെൻഡ് അതിന്റെ ആ ഒരു സമയത്ത് നടത്തിയല്ലേ. അതെ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ബാൻഡ്, അവരുടെയൊക്കെ വിഷൻ, ഇപ്പം അതിലെ ക്രിസ് മാർട്ടിൻ എന്ന് പറഞ്ഞ സിംഗർ അവരുടെ ഇനീഷ്യൽ ടൈമിൽ മേ ബി 2000 ആ സമയത്ത് എന്തോ ആണെന്ന് തോന്നുന്നു, ഒരു വീഡിയോ ഉണ്ട്. അതായത് അതിൽ പുള്ളി പറയുന്നത് വി ആർ കോൾപ്ലേ വിൽ ബി ദ മോസ്റ്റ് പോപ്പുലർ ബാൻഡ് ഇൻ നെക്സ്റ്റ് 20 years. അപ്പൊ പിന്നെ ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ അതിപ്പം ഒന്നിലധികം ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ടീമാണല്ലോ. അപ്പം ഈ ഒരു മേ ബി ഒരു 2000 സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചു, 25 years ആയിട്ട് ഈ ഒരു 4 പേരടങ്ങുന്ന ടീം വേറെ കോംപ്ലിക്കേഷൻസോ കോൺഫ്ലിക്റ്റ് ഒന്നും വരാണ്ട് ഇത്രയും നാൾ ഒരുമിച്ച് നിന്ന് അവരുടെ സോങ്സ് ഓഡിയൻസിൽ എത്തിച്ച് അവരെ ഇങ്ങനെ നമ്മൾ ലൈക്ക് വേറൊരു ഫേസിലാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ബിഗസ്റ്റ് ഇൻസ്പിറേഷൻ ബാൻഡ്സ് ഏതാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കോൾപ്ലേ. അത് തന്നെയാണ് ആൻസർ. എനിക്ക് സ്പെഷ്യൽ വേറെ അങ്ങനെ എന്താ ഇല്ല, കോൾപ്ലേ തന്നെയാണ് ലൈക്ക്. എനിക്കും കോൾപ്ലേ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാൻ അതിന് പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു ഓണം പാട്ട് പാടി തന്നൂടെ ഞങ്ങളുടെ ഫിലിമി ബീച്ചിന് വേണ്ടി? ഫ്രഷ് വെരി ഫ്രഷ്, ആരും പാടാത്തെ. അതെ, വേറെ പാട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ ആ പാട്ടേ കുറെ പാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. അതെ, തീർച്ചയായിട്ടും. പിന്നെയും പാടുമ്പോൾ ഇപ്പൊ ഇന്നലെ നമുക്ക് ഓണം ഷോ ഉണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്ത ആ കടക്കണ്ണിൽ മഷിയ ഭാഗം കൂടെ പാടാൻ. കടക്കണ്ണിൻ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരും സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിൻ്റെ സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറോടിൻ്റെ സന്തോഷം പൂക്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിനവോരമുണരുന്നു സംഗീതം സംഗീതം. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ തിരുവാവണിരാവ് മനസാകെ നിലാവ്
മലയാള ചുണ്ടിൽ മലരോള പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോള പാട്ട്. നിങ്ങൾ ഒരുപാട് കവേഴ്സ് ചെയ്യുന്നവരാണല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്ത കവറിന്റെ ഒറിജിനൽ ക്രിയേറ്റേഴ്സ് എപ്പോഴെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറബിൾ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അത് നമ്മളിപ്പോ ഇൻസ്റ്റയിലൊക്കെ ഓരോ സോങ് പാടി ഇടുമ്പോൾ നമുക്കിപ്പോ കുറച്ചുകൂടെ ആക്സസിബിൾ ആണ്. ഇപ്പൊ മ്യൂസിക് ഡയറക്ടേഴ്സിനായാലും ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പുതിയ പുതിയ സാധനങ്ങൾ ഇറക്കുമ്പം ഇപ്പം മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പം റീസെന്റ് പാടിയ സോങ്സ് ഒക്കെ കേട്ടിട്ട് കൊറേ ഇൻസ്റ്റാ മെസ്സേജസ് വരുന്നുണ്ട്. കമ്പോസേഴ്സ് തന്നെ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഹൃദയത്തിൽ തട്ടിയ കമന്റ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ പാട്ടിന്? എനിക്ക് ആക്ച്വലി കുറെ മുന്നെയാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊരു സോങ് പാടിയിട്ട് ഞാൻ ഹരിജിക്ക് അതിങ്ങനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഹരിജി അതിന് റിപ്ലൈ ചെയ്തു. സോ അതെനിക്ക് ഭയങ്കര, ഞാൻ ഇപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു. അതുപോലെ ഞാൻ സരിഗമപ്പയിൽ തന്നെ അകലെ പാടിയ സമയത്ത് നമ്മുടെ കീബോർഡ് റാൽഫിൻ ചേട്ടൻ ചിത്ര ചേച്ചിക്ക് അത് അയച്ചു കൊടുത്തിട്ട് ചിത്ര ചേച്ചിയുടെ വോയിസ് ഉണ്ട്. അത് ഞാനിപ്പോ ഇതുപോലെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സാധനമാണ്. ലൈക്ക് ഇങ്ങനെ മാം ഭയങ്കര നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഹരിഹരൻ സാറിന്റെ പാട്ടൊന്ന് ജസ്റ്റ് പാടുന്നു. തൊണ്ട വളരെ ബാഡാണ്, ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അതിന്റെ ഇങ്ങനെ ഇരുന്ന് പാടുമല്ലോ ആവശ്യമില്ലാത്ത ടെൻഷൻ വരും. എന്നെ കണ്ടോണ്ടാണോ? അങ്ങനെയല്ല, ഇപ്പൊ നമ്മള് സ്റ്റേജിൽ പാടുമ്പോ ടെൻഷൻ ഇല്ല, നമ്മൾ ഭയങ്കര ഫ്രീയാ. അയ്യോ 10,000 പേരുടെ മുന്നിൽ പാടുമ്പോ അതെന്താന്നറിയില്ല. ആ ലൈവ് സിംഗേഴ്സ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം കൂടെയാണ്. ലൈവില് പാടുന്നതിലാണ് ഇത്രയും കംഫർട്ടബിൾ. നമുക്കൊരു 1000 പേരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ വെറുതെ തൊണ്ടയിടറും മറ്റേ ഇതാ ഡ്രൈ ആവും. ഭയങ്കര ഒരു എനർജിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോണർ സോങ്സ്? മെലഡീസ് ആണ്. പാടാനും അറേഞ്ച് ചെയ്യാനും എല്ലാം ഇഷ്ടം മെലഡിയാണ്. റോക്ക്, പോപ്പ് അതും ഇഷ്ടമാണ്. നമ്മൾ സ്റ്റേജില് പെർഫോം ചെയ്യുമ്പം ഇത് രണ്ടും തരുന്ന എനർജി ഭയങ്കര ഡിഫറെന്റ്. ഇപ്പൊ റോക്ക് അല്ലെ പോപ്പ് അല്ലെങ്കിൽ ഒരു പെപ്പി ഫാസ്റ്റ് സോങ് ഒക്കെ നമ്മൾ ലൈവിൽ പാടുമ്പോൾ ഫുൾ ഓഡിയൻസ് നമ്മുടെ കൂടെ എന്നുള്ള വൈബ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ഭയങ്കര ഒരു മെലഡി പാടുമ്പോൾ അവർ കൂടെ പാടുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ്. ഇപ്പം ഭരത്തിനോട് ആരെങ്കിലും വന്ന് പെട്ടെന്ന് ചേട്ടാ ഒരു പാട്ട് പാടിത്തരും, എന്തായാലും ഫെമിലറൈസ് ആണല്ലോ, അപ്പൊ ചേട്ടാ ഒരു പാട്ട് പാടിത്തരും എന്ന് വഴിയിൽ വെച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഏത് പാട്ടായിരിക്കും പാടിക്കൊടുക്കുക? ഞാൻ സ്ഥിരമായിട്ട് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകളുണ്ട്. ഇപ്പം സരിഗമപ്പയിലാണെങ്കിലും ഞാൻ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ പാട്ടുകളിലൊന്ന് എന്നവളെ എന്നുള്ള സോങ്. അപ്പൊ പെട്ടെന്ന് ഒരാൾ പാടാൻ പറയുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്ന പാട്ടുകളിൽ ഒരു പാട്ട് ഈ പാട്ടാണ്. ചിലപ്പോൾ ആ പാട്ട് പാടിക്കൊടുക്കും. ഇതൊരു പാടിയല്ലേ സ്റ്റേജിൽ ലൈവ് പാടാൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ പാട്ട് എന്തെങ്കിലും ഉണ്ടോ? ലൈവ് പാടാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാട്ടുകൾ കഴിവതും ഞങ്ങൾ പാടില്ല, ഒഴിവാക്കി വിടുന്നു. എന്തായാലും ഗംഗയൊക്കെ പാടുമായിരിക്കോ? ഗംഗയൊന്നും ഞാൻ ഇത് ലൈഫിൽ പാടിയിട്ടില്ല. പിന്നെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ജോണേഴ്സ് ആണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. ഇപ്പൊ ഒരു ഭയങ്കര ക്ലാസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗർ ആണെങ്കിൽ അവർക്ക് മെലഡി ആയിരിക്കും ഏറ്റവും ഡിഫിക്കൽട്ട് പാടാൻ. അപ്പം അത് ഓരോരുത്തരുടെ സിംഗിങ് വെച്ചിട്ടാണ് ആ ഡിഫിക്കൽട്ടി മാറുന്നത്. ലൈക്ക് നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണല്ലോ ഈ പാട്ട് പാടാൻ. ആക്ച്വലി അത്രയും ആ രീതിയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഈസിയാണ് പാടാൻ. അവർക്ക് അറ്റ് ദ സെയിം ടൈം കുറച്ച് മെലഡി പാടാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് തിരിച്ചും ലൈക്ക് സോ അതങ്ങനെയാണ്. നമുക്ക് മറ്റേ പാട്ട് പാടുന്നവരെ കാണുമ്പോൾ ഒരു അസൂയ, എവിടുന്നോ ഒരു അസൂയ വരും. ഇവരിപ്പോ പാടാൻ പറ്റിയിരുന്നെങ്കിലും. സ്കൂളിലൊക്കെ ഇപ്പൊ നിങ്ങൾ സ്റ്റാർസ് ആയിരിക്കുമല്ലോ, ഈ പാട്ട് പാടുന്ന ചെക്കന്മാരുടെ ചുറ്റും കുറച്ച് പെൺകുട്ടികളുണ്ടാവുക, അതൊക്കെ നോർമലാണ്. പറഞ്ഞോ. അല്ല, നമുക്ക് പാട്ട് പാടുന്നുണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം യൂത്ത് ഫെസ്റ്റിവൽ ടൈമാണ്. അപ്പൊ നമ്മള് മറ്റേ സ്കൂളിലെ മെയിൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ 5 ജനറൽ മത്സരങ്ങളും 5 മറ്റേ സംസ്കൃതം സെയിം ലൈക്ക് 3 സിംഗിൾ 2 ഗ്രൂപ്പ് ഇപ്പുറത്തും. ഇപ്പൊ 10 മത്സരമാണ് നമ്മൾ ഈ ഒരാൾ നിന്ന് നമ്മളെ വിടുന്നത് എല്ലായിടത്തും. അപ്പൊ നമ്മൾ ഈ ഏറ്റവും രസം എനിക്കിപ്പോ ഈ വടകര സബ്ജില്ലാണെങ്കിൽ നമ്മള് പുണ്യ വരുന്നത്. അപ്പൊ നമ്മളിത് കേൾക്കും, ഞാൻ വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്, ക്ലാസ്സാണ്. അതൊക്കെ ഭയങ്കര രസമുള്ള സമയമായിരുന്നു. എനിക്ക് ഇപ്പൊ ആക്ച്വലി ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യം യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ ആയിരിക്കും. ഭയങ്കര രസമായിരുന്നു അതൊക്കെ. അല്ല, യൂത്ത് ഫെസ്റ്റിവല് നമുക്കും നമ്മൾ ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉള്ള ഏറ്റവും ബെസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് ഇങ്ങനെ സബ് ജില്ല
കലോത്സവം, ജില്ലാ കലോത്സവം, സ്റ്റേറ്റ് കലാതിലകം ആയിരുന്നു. കലാതിലകം. ആക്ച്വലി നമ്മുടെ ഇയറിലാണ് അത് എടുത്ത് കളഞ്ഞത്. ഐശ്വര്യം. പക്ഷെ നമുക്ക് ആ സമയത്തൊക്കെ 5 ഐറ്റം ഒക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം ഒരു സ്റ്റേജിൽ പാടി കഴിഞ്ഞ് നേരെ ഓടും. അപ്പൊ അപ്പുറത്തെ സ്റ്റേജ് പറഞ്ഞു വെച്ചേക്കാം, അവിടെ ഒരാള് മറ്റേ പാടിക്കൊണ്ടിരിക്കും. അങ്ങനല്ല, ഇങ്ങനെ ഞാൻ ലൈക്ക് ഒരാളും കൂടെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു സ്റ്റേജിൽ അടുത്ത സ്റ്റേജിലേക്ക് ഓടുന്നു, മറ്റേ ഇത്. പിന്നെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവും. ഇപ്പൊ വട്ടപ്പാട്ട്, കോൽകളി, അങ്ങനത്തെ കുറെ സാധനം. അപ്പൊ ഇതൊക്കെ കുറെ നാൾ മുന്നേ ഇതിന്റെ പ്രാക്ടീസ് തുടങ്ങും. അപ്പൊ നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാനുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ഇത്ര ഐറ്റംസ് ആണ്. അപ്പൊ നമ്മൾ ഈ പ്രാക്ടീസ് മേ ബി ഒരു 2-3 മാസം മുന്നേ. അപ്പൊ രാവിലെ മിസ് പ്രാക്ടീസ്, അപ്പൊ തന്നെ പിന്നെ അവർക്ക് ചോദ്യമില്ല. കലോത്സവത്തിന് പോയിട്ടുള്ള എല്ലാവർക്കും ഇത് റിലേറ്റ്. നമ്മൾ രാവിലെ ഈ ലഞ്ച് ബോക്സ് എടുത്ത് പോകുന്നത് ഈ പരിപാടിക്കാണ്. ചിലപ്പോ രാവിലെ ഒരു വൈകുന്നേരം വരെ പ്രാക്ടീസ് റൂമിൽ ഇരിക്കുമ്പോൾ പ്രാക്ടീസ് നടക്കുന്നത് ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും. ബാക്കി ഫുൾ മറ്റേ സംസാരം, കളി, അതൊക്കെ നമ്മുടെ ഏറ്റവും നല്ല ഓർമ്മകളാണ്. പീക്ക് പോയിന്റ്സ്. ഓർമ്മകൾ ഭയങ്കര പ്രായമായിട്ട്. അപ്പോ ഇത്രയും നേരം ഞങ്ങളുടെ ഇന്റർവ്യൂവിനെ സംഗീത സാന്ദ്രമാക്കി തന്നതിന് രണ്ടുപേരടുത്തും ഒരുപാട് താങ്ക്സ്. ഒരു താങ്ക്സ് പറയുന്നത്, ഞങ്ങളെ വിളിച്ച് ഈ ഓണം ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പം ഏറ്റവും ലാസ്റ്റ് ഭരത്തിന്റെ ഒരു ഗൃഹാതുരത്വം തുളുമ്പുന്ന പാട്ട് പഠിക്കോ? ശ്രീരാഗമോ പാടാം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാരമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ.